ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി കേസിൽ ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ്, മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഈ അറസ്റ്റ് അത് നിർണായകമാകുന്നത്, പ്രധാനപ്പെട്ടതാകുന്നത് ഈ എൻ വാസുവിനുള്ള സർക്കാരുമായുള്ള ബന്ധവും CPIയുമായുള്ള ബന്ധമൊക്കെ കൊണ്ടാണല്ലോ. നാളെ ഈ വിഷയത്തിൽ KPCCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കാനിരിക്കുകയാണ്. രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ആ സമയത്താണ് ഈ അറസ്റ്റ് എന്നുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെയും CPIനെയും പ്രതിരോധത്തിലാക്കുന്നൂടിയല്ലേ ശ്രീജിത്ത്? ഉന്മേഷ്, തീർച്ചയായും എൻ വാസുവിന്റെ അറസ്റ്റ് വൈകുന്നത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി അത് വളർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് എൻ വാസുവിനെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച ശേഷം അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ KPCCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ശബരിമല വിഷയത്തിൽ UDF വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക്, കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് വാസുവിൻ്റെ അറസ്റ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ എൻ വാസുവിൻ്റെ അറസ്റ്റും സ്വർണ്ണപ്പാളി വിഷയത്തിലെ ജനങ്ങളുടെ പ്രതിഷേധവും എത്രമാത്രം ഫലം കാണുന്നു, അല്ലെങ്കിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ ഒരു ടെസ്റ്റമെൻ്റ് കൂടിയായി ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം വാസുവിൻ്റെ അറസ്റ്റ് നേരത്തെ മുരാരി ബാബുവിൻ്റെയോ സുധീഷ് കുമാറിൻ്റെയോ അറസ്റ്റ് പോലെയല്ല, മറിച്ച് CPIയുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഈ എൻ വാസു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് പാർട്ടിയുമായുള്ള ബന്ധം ഒരു തരത്തിലും മുറിച്ചു കളയാവുന്നതല്ല, അത് നിഷേധിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ വാസുവിൻ്റെ അറസ്റ്റിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് CPIഎമ്മിനും സർക്കാരിനും അറിയാം. ഈ ഘട്ടത്തിൽ നടന്ന എൻ വാസുവിൻ്റെ അറസ്റ്റ് അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നതിൻ്റെ പരീക്ഷണമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും. അപ്പോൾ അതിനെ ക്യാമ്പയിൻ ചെയ്ത് മറികടക്കാൻ കഴിയുമോ എന്ന CPIഎമ്മിൻ്റെ പ്രതിപ്രവർത്തനവും ഇവിടെ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയം ഒരു പ്രധാന വിഷയമാകാതിരിക്കാൻ ഉള്ള ആകില്ല എന്ന നിലയ്ക്കും CPIഎം കാണുന്നുണ്ടാകണം. അത്തരം കാര്യങ്ങളെ കൂടി വെച്ചുകൊണ്ട് വേണം ഈ ഘട്ടത്തിൽ ഈ എൻ വാസുവിൻ്റെ അറസ്റ്റിനെ നമ്മൾ വിലയിരുത്താൻ. ശ്രീജിത്ത്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് N പ്രശാന്ത് ഉൾപ്പെടെ അന്വേഷണം ശരിയായ ദിശയിൽ അതങ്ങനെ നടക്കട്ടെ എന്നിങ്ങനെയുള്ള വാദങ്ങളാണല്ലോ മുന്നോട്ട് വെച്ചത്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിക്ക് തുടർച്ചയുണ്ടായില്ല എന്നുള്ള ചോദ്യമുണ്ട്. പുതിയ ഭരണസമിതി വന്നു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആകെ കൂടി ഒരു നിമിഷം ശ്രീജിത്തിലേക്ക് എത്താം. ഇപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ K സുരേന്ദ്രൻ, ഇപ്പോൾ എൻ വാസുവാണ് അറസ്റ്റിലായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? എൻ വാസുവിന്റെ അറസ്റ്റ് നല്ല കാര്യം തന്നെ, ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഈ കേസിൽ. പക്ഷേ എൻ വാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും സർക്കാരുമായിട്ടുള്ള നേരിട്ടുള്ള കണ്ണിയാണ്. എൻ വാസുവിന്റെ അറസ്റ്റിൽ മാത്രം ഇത് അവസാനിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ല. എൻ വാസു കടകംപള്ളി സുരേന്ദ്രൻ പറയാതെ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ പറയാതെ ഒരു കാര്യം ചെയ്യുന്ന ആളല്ല. എൻ വാസുവും CPIയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. എൻ വാസുവും കടകംപള്ളിയുമായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് എൻ വാസുവിൽ മാത്രം അവസാനിക്കുന്ന ഒരു കേസല്ല. എൻ വാസു വഴി ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ AKG സെന്ററിലേക്കും ഇത് കേസാണ്. അവിടേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് എല്ലാവരും ആശങ്കയോട് നോക്കിക്കൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ഒരു ബാഹ്യ ഇടപെടലിനും സാധ്യതയില്ലല്ലോ ശ്രീ K സുരേന്ദ്രൻ. അപ്പോൾ യഥാർത്ഥ കുറ്റക്കാർ തന്നെ അവസാനം അവരിലേക്ക് തന്നെ എത്തില്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും കോടതിയെ കബളിപ്പിക്കാൻ കരുത്തുള്ളവരാണല്ലോ കേരള പോലീസിലെ ഉന്നതന്മാര്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. ഇത് എൻ വാസു എങ്ങനെ ചെമ്പാക്കി മാറ്റി, എൻ വാസു മാത്രമാണോ ഇത്, ആ വഴിക്കുള്ള അന്വേഷണം നടക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ മറുവശം. ഇപ്പോൾ ഈ കോടതിയുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലുണ്ടായ പരാമർശങ്ങളൊക്കെ താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കോടതിക്ക് അറിയാം. കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. എവിടെയാണ് ഈ തട്ടിപ്പ് നടന്നത്, കൊള്ള നടന്നത് എന്ന് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ ഒരു പിഴവും വരില്ല എന്ന് വേണമല്ലോ കരുതാൻ ശ്രീ K സുരേന്ദ്രൻ. അങ്ങനെ കരുതാനാവില്ല. കാരണം കോടതി പറഞ്ഞത് ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന അതേ മാതൃകയിലാണ് ശബരിമലയിൽ സ്വർണം എടുത്തിരിക്കുന്നത്. വലക്കന്മാരെ മാത്രമല്ല, വാതിലും ചോമ്പരും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമാണ്. ആ നീക്കം ദേവസ്വം കമ്മീഷനോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ അയാളാണ് ചെയ്തതല്ല. ശ്രീ K സുരേന്ദ്രൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ട്, വ്യക്തതക്കുറവ് വരുന്നുണ്ട്. താങ്കൾ
ആ ഫോൺ സംഭാഷണത്തിൽ. അതുകൊണ്ടാണ് ഇടപെടുന്നത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കുകയായിരുന്നു. യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ വരെ എത്തുമോ എന്നുള്ള സംശയവും അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.